ലർക്ക് എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ വന്യജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രകൃതിയുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. കേരളം പോലുള്ളൊരു സ്ഥലത്ത് നമുക്കറിയാം, കേരളത്തിൽ തന്നെ നമ്മൾ മൂന്നായിട്ട് വിഭജിക്കുമ്പോൾ ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്ന് പറഞ്ഞ് തരംതിരിക്കുമ്പോൾ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് മിക്കവാറും ലോലാൻഡ് ഏരിയയിലാണ്. തീരദേശ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കാണാൻ കഴിയുന്ന സ്ഥലം. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. രണ്ട്, വന്യജീവികളെ ആക്രമിക്കുന്നതിന് ഒരു പരിധിവരെ നിയമങ്ങൾ വളരെയധികം വളരെ തടസ്സവും നിൽക്കുന്നു. സാമൂഹികപരമായി അതിനകത്ത് ശ്രീ എം എ നിഷാദ് ചെയ്യുന്ന ഒരു കഥാപാത്രം ജയറാം എന്ന് പറയുന്ന പൂണൂലിട്ട ഒരു കഥാപാത്രത്തെ ആണ് ചെയ്യുന്നത്. മറ്റൊരു വശം അതിനകത്ത് കാണിക്കുന്നുണ്ട്, വേറെ ഒരു സമൂഹത്തിൽപ്പെട്ട, വേറൊരു ജാതി വിഭാഗത്തിൽപ്പെട്ട ആളിനെ ചവിട്ടി മെതിക്കുന്ന ഒരു രീതിയിലുള്ളൊരു കഥാപാത്രമായിട്ടാണ് ജയറാം. ഒരു സാമൂഹ്യപരമായ അന്തരം, അതിനെക്കുറിച്ചും എല്ലാം ഇതിനകത്ത് പശ്ചാത്തലത്തിൽ കാണിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ലർക്ക് എന്ന് പറയുന്നത്. ഏത് കാട് വന്നാലും ഏത് നാട് വന്നാലും അവിടെ ഉണ്ടായിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഒരു തീവ്രമായ ഒരു ജനവിഭാഗമുണ്ടാകും. അത്തരത്തിലൊരു കഥാപാത്രമാണ് വിനയൻ എന്നുള്ളൊരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായാലും എല്ലാവരും സാമൂഹ്യപരമായി കാണുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാകും. അതിലൊരു കഥാപാത്രമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.